നമസ്കാരം. ദീപം FIS ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. നാളികേരത്തിന് തീവില, നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും തീവില. മലയാളി ഇക്കുറി ഓണം എങ്ങനെ ആഘോഷിക്കും എന്ന ഒരു ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്, ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിലയാണ് വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും. ഇതെന്താണ് ഇതിന് അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഞാൻ അതിവിടെ പ്രേക്ഷകർക്ക് പകർത്താം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദീപം FIS ചാനൽ. അതായത് നമ്മളിവിടെ നിത്യേന ധാരാളം നാളികേരം ഉപയോഗിക്കുന്നവരാണ്. നമ്മളെപ്പോലെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉപയോഗിക്കുന്നവർ നമ്മളാണെന്നാണ്, കേരളീയരാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്രത്തോളം നാളികേരമില്ല, തേങ്ങയില്ലാതെ നമുക്കൊരു കുക്കിംഗ് ഇല്ല ഒരു ദിവസത്തെ. ഏത് തരത്തിലാണ് നമുക്ക് തേങ്ങ വേണം. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇപ്പുറം കിടക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ അവർ തേങ്ങ ഉപയോഗിക്കും. അതിന് വളരെ പരിമിതമാണ്. തന്നെയല്ല, അവർ വെളിച്ചെണ്ണയും അങ്ങനെ അധികം കുക്കിങ്ങിന് യൂസ് ചെയ്യാറുമില്ല. അവരുപയോഗിക്കുന്നതൊക്കെ കടലെണ്ണ, നല്ലെണ്ണ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെയുള്ള തവിടെണ്ണ, പിണ്ണാക്കെണ്ണ എന്നൊക്കെ പറഞ്ഞ് പല എണ്ണകളാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ശതമാനം തേങ്ങയായിട്ടും വെളിച്ചെണ്ണയായിട്ടും ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളവർ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധനത്തിന് റെക്കോർഡ് വിലയാണ് ഈ കൊല്ലം. അതിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കരിക്ക് കച്ചവടമാണ് നാളികേര വിപണിയിലേക്ക് വില കൂടാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 50%, 50 അതിലേറെ 70 നമുക്ക് എണ്ണയും കൂടെ കൂട്ടണ്ടേ, തേങ്ങ മാത്രം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എണ്ണയ്ക്കും തേങ്ങയ്ക്കും എല്ലാം കൂടെ, നാളികേരത്തിനും എല്ലാം കൂടെ 75% വരുന്ന നാളികേരങ്ങൾ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് തന്നെ നമുക്കിവിടെ വരുന്ന, അല്ലാതെ നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാകുന്നതല്ല. നമ്മളിവിടെ നമുക്കൊരു തെങ്ങുണ്ട്, ആ തെങ്ങിനകത്ത് ഒരു തേങ്ങയുടെ ഒരാളെ വിളിക്കണേ, ഇന്ന് ഇപ്പോൾ 100 ചില്ലം രൂപ കൊടുക്കാതെ അതെങ്ങനെ കയറുകയല്ല. അത് കൊടുത്തേക്കാം, പക്ഷേ സമയത്തിന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. അത് 2 മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ ആ പരിപാടി, മാസാമാസം ഇല്ലല്ലോ. അപ്പം നമുക്ക് വേണ്ട നാളികേരങ്ങളെല്ലാം, വെളിച്ചെണ്ണയായാലും നാളികേരങ്ങളായാലും സംസ്ഥാനത്ത് വെളിയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട്, 10 അല്ല ഏതാണ്ട് ഒരു 15 വർഷമായിട്ട്, 2010 കൂടിയാണ് നാളികേരം വിപണി, നാളികേരമല്ല കരിക്ക് വിപണി സജീവമാകുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു ചിക്കൻ ബോക്സോ മറ്റും വന്നു കഴിഞ്ഞാൽ നമ്മൾ തപ്പിച്ചെല്ലണം, എവിടെയെങ്കിലും വല്ലവരുടെ പറമ്പിൽ നിന്ന് കരിക്കിടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അപൂർവ സ്ഥലത്ത് മാത്രമേ കരിക്ക് വ്യാപാരമുള്ളായിരുന്നു അതിനു മുമ്പ്. അപൂർവം. അതായത് ഇപ്പോൾ ഒരു നഗരത്തിൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, 2010 മുമ്പ് ഒരു 4 സ്ഥലത്ത് കരിക്ക് വ്യാപാരം ഉണ്ടായിരുന്നെങ്കിൽ അതേ നഗരത്തിൽ ഇന്ന് 2025 പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 സ്ഥലത്ത് കരിക്ക് കച്ചവടമുണ്ട്. ഈ കരിക്കൊക്കെ തെങ്ങിൽ നിന്ന് തന്നെ കിട്ടണ്ടേ, അല്ലാതെ ആകാശത്തു നിന്നും മാവിൽ നിന്നും ഈ സാധനം കിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ തെങ്ങ് കർഷകൻ നോക്കുമ്പോഴത്തേക്ക് കരിക്ക് അവർ തന്നെ വന്ന് ഇട്ടുകൊണ്ട് പൊക്കോളൂ. നമ്മളൊന്നും അറിയണ്ട, നമ്മൾ വെറുക്കാനും അല്ലെ പൊതിക്കാനും ഏജൻറ്റിനെ കണ്ടുപിടിക്കാനും ഒന്നും നിൽക്കണ്ട, എല്ലാവരും എന്നെ ചെയ്തോളൂ. നമ്മളൊന്നും അറിയണ്ട. കരിക്ക കൂടുതൽ ഉണ്ടാവാനും അതിന് നീരുണ്ടാവാനുള്ള കൃത്രിമ വിദ്യകൾ എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ചെയ്ത് നിത്യേന വെള്ളം ഒഴിച്ചു കൊടുത്ത് തെങ്ങിനെ വളർത്തിയെടുത്താൽ മതി. 45 ദിവസം കൂടുമ്പോഴത്തേക്ക് അവർ വന്ന് വെട്ടിയെടുത്തുകൊണ്ട് പോക്കോളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് തേങ്ങയുടെ വരവ് അവിടെ ഓട്ടോമാറ്റിക്കലി കുറയുകയാണ് ചെയ്തത്. തേങ്ങയുടെ വരവ് ഓട്ടോമാറ്റിക്കലി പതിയെ അങ്ങ് കുറഞ്ഞു. അതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് വില കൂടിയ കേസല്ല ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് വില കൂടി. ഞാൻ 2015 മനസ്സിലെന്ന് ഓർത്താ, 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകുന്നത്. 2015 ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്താണ് ഈ സാധനം എന്തെങ്കിലും ഒരു ദിവസം, നാളികേരം എന്തെങ്കിലും ഒരു ദിവസം റെക്കോർഡ് വിലയിലെത്തും എന്ന് ഞാൻ അന്നേ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്ക് കരിക്ക കുടിക്കാനാണ് അന്ന് 2015 മുതൽ അങ്ങോട്ട് കരിക്കയുടെ വ്യാപാരം അങ്ങോട്ട് കൂടുന്ന ഭാഗമാണ് കാണുന്നത്. അതിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തിരഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കരിക്കയ്ക്ക് കൂടുതൽ കരിക്ക ഉണ്ടാകാനും അതിന് നീര് കിട്ടാനും വെള്ളം കിട്ടാനും ഒക്കെ ആയിട്ട് കർഷകർ തെങ്ങിനകത്തൊരു പൊത്ത് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയോ വിഷാംശങ്ങൾ ചേർത്ത് അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരുപാട് വീഡിയോകളൊക്കെ ഒരു 2015-20 ഇടയ്ക്ക് ആ കാലഘട്ടങ്ങളിൽ വന്നിരുന്നു. ആ സ്ഥിതിക്ക് തന്നെയാണ് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചു അത് റെക്കോർഡ് വിലയിലെത്തുമെന്ന്. അതുപോലെ തന്നെയാണ് സംഭവം. റെക്കോർഡ് വിലയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. ഇനി വളരെ വൈകാതെ തന്നെ നാളികേരത്തിന് 1 കിലോയ്ക്ക് 100 രൂപ ആകും. അത് മിക്കവാറും ചിങ്ങത്തിലാകുക തന്നെ ചെയ്യും. ഇപ്പോൾ 100ന്റെ അടുത്തെത്താറായി.
ഒരു 100 രൂപയും കൊണ്ടുപോയി രണ്ട് തേങ്ങ 1 കിലോ വരുന്ന 2 തേങ്ങ മേടിച്ച് കഴിഞ്ഞാൽ കൃത്യം 1 കിലോ കിട്ടുകയില്ല. ചിലപ്പോൾ 100 അല്ലെങ്കിൽ 200 150 ആയിരിക്കും. അങ്ങനെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ 10-15 രൂപ 10 രൂപ ഉണ്ടെങ്കിൽ ബാക്കി കിട്ടുന്നുള്ളൂ. 10-15 രൂപ കിട്ടുള്ളൂ. അത് ഈ ചിങ്ങമാസത്തോടു കൂടി റൗണ്ടപ്പ് ആവും. 1 കിലോ 100 രൂപ എന്നുള്ള റൗണ്ടപ്പ് ആവും. എന്തായാലും ഒരു മാർഗ്ഗമേ ഉള്ളൂ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കുക എന്നല്ലാതെ മറ്റു മാർഗ്ഗമില്ല. എന്തായാലും നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചു പോയി. അത് പൂർണ്ണമായിട്ട് നമുക്ക് അത് ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല, ആരെ കൊണ്ടും പറ്റുകയില്ല. ഇതിനേക്കാൾ എത്രയോ സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. നമ്മൾ ആവശ്യക്കാർ വാങ്ങിച്ചുകൊണ്ടുണ്ട്. എങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുക? അതിൻ്റെ വില കൂടുതലനുസരിച്ച് അളവ് കുറച്ച് തന്നെയാണ് മേടിച്ചത്. സവോളയ്ക്ക് 100 രൂപയുടെ മുകളിൽ വില വന്നു എന്നും പറഞ്ഞ് സവോള ഉപേക്ഷിക്കുകയെല്ലാം ചെയ്തു. 4 കിലോ അന്ന് 100 രൂപയുടെ മുകളിൽ വില വന്നപ്പോൾ 4 കിലോ മേടിച്ച് ഉപയോഗിച്ചിരുന്ന വ്യക്തി 1/2 കിലോയിൽ അവസാനിപ്പിച്ചു. കാരണം 4 കിലോ മേടിക്കണമെങ്കിൽ 400 രൂപ വേണം. ഇതിപ്പോൾ 1/2 കിലോ ആകുമ്പോൾ 50 രൂപ എന്ന ഒരു മെൻറ്റാലിറ്റിയിലെത്തി. എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ഉപയോഗത്തിൽ നിയന്ത്രിക്കാം എന്നല്ലാതെ ഇതിൻ്റെ വില പിടിച്ച് മാറ്റാനൊന്നും പറ്റുകയില്ല. പക്ഷേ ചിങ്ങമാസം ഓണം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വില ഒന്ന് ഡൗൺ ആകും. ഇപ്പം മഴക്കാലം തുടങ്ങിയതിൻ്റെതായ ഒരു മന്ദത ഉണ്ടാവും. കാരണം കരിക്ക് കച്ചവടം ഇനി അങ്ങോട്ട് അധികം നടക്കുകയല്ല. ഈ മാസത്തെ കരിക്ക് പോയി വെട്ടാൻ ആൾ പോയില്ലെങ്കിൽ അത് അവിടെ കിടന്ന് തേങ്ങയാവുക തന്നെ ചെയ്യും. കൃത്യസമയത്ത് പോയി ഇറക്കിയില്ലെങ്കിൽ, ആ കരിക്ക വെട്ടി ഇറക്കിയില്ലെങ്കിൽ അത് തേങ്ങയാവുക തന്നെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ തേങ്ങ ഓണത്തിന് ശേഷം ചിങ്ങമാസം അവസാനം അല്ലെങ്കിൽ കന്നി ആദ്യവാരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വിപണിയിൽ എത്തുകയും ചെയ്യും, വില കുറയുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ? ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണുന്നില്ല. ഈ വില വർധനവ് നമ്മൾ സഹിക്കേ നിർവാഹമുള്ളൂ. സഹിക്കുക, ഉപയോഗം കുറയ്ക്കുക എന്നല്ലാതെ മറ്റ് യാതൊരു നിർവാഹവുമില്ല. വില കൂടുതൽ ഇതിന് മാത്രമല്ല, എല്ലാത്തിനും വില കൂടുതൽ തന്നെയാണ്. എന്തായാലും നാളികേരം നമുക്ക് അങ്ങേയറ്റം ഉപയോഗമുള്ള വസ്തുവാണ്. നമ്മുടെ വീടുകളിൽ തേങ്ങയില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. എന്തുണ്ടാക്കിയാലും ഇത്തിരി തേങ്ങ വേണം. തേങ്ങയില്ലാതെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ തേങ്ങ ഉപയോഗിക്കുന്നതും കേരളത്തിൽ തന്നെ. എണ്ണയായിട്ടും ഭക്ഷണത്തിനായിട്ടും കുക്കിങ്ങിനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്തായാലും ഓണം കഴിയുന്നവരെ ഇതിൻ്റെ ഈ വില വർധന തുടരുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം ഇതിൻ്റെ അളവ് കുറച്ച് നമ്മുടെ